ഹായ് മക്കളെ, എല്ലാ കുഞ്ഞുമക്കൾക്കും കേരളത്തിലെ ഏറ്റവും ട്രെൻഡിംഗ് ആയിട്ടുള്ള ലൈവ് ഇന്ററാക്റ്റീവ് ലേണിംഗ് പ്ലാറ്റ്ഫോം M4Techന്റെ സ്വന്തം മെന്റർബിയിലേക്ക് a warm welcome. സോ ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10th CBSE ബോർഡ് എക്സാം. ബോർഡ് എക്സാം ഇങ്ങ് അടുത്ത് കഴിഞ്ഞു. സോ ബോർഡ് എക്സാമിൽ വരാൻ ചാൻസ് ഉള്ള ജോഗ്രഫിയിലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ അഗ്രികൾച്ചർ എന്ന് പറയുന്ന ചാപ്റ്ററിലെ 5 മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ്, മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, സോഷ്യൽ സ്റ്റഡീസിന്റെ കാര്യത്തിൽ വളരെ സ്ട്രാറ്റജിക്കലി നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസിനെയും ഫേസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും PYQs വെച്ച് തന്നെ എവിടെ നിന്നായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത് എന്ന് ക്ലിയർ കട്ട് ആയിട്ട് മനസ്സിലാക്കാൻ നമ്മൾക്ക് ഓരോരുത്തർക്കും സാധിക്കും. സോ അതുകൊണ്ട് തന്നെ 1 by 1 ആയിട്ട് നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ റെഡി അല്ലേ? Okay, let's start. Okay, so എല്ലാ കുഞ്ഞുമക്കളും ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെരി 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 ഇമ്പോർട്ടന്റ് 2017 ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് suggest any 5 measures to enhance the agriculture production in India. And of course 2017 മാത്രമല്ല 2010 2012 2011 14 16 2022 അടക്കം ഒരുപാട് തവണ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ എനി 5 institutional and technical reforms brought by the government to improve the condition of Indian agriculture. Okay, so എന്തൊക്കെ ടെക്നിക്കൽ റിഫോംസ് ആണ്, അല്ലെങ്കിൽ എന്തൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷണൽ റിഫോംസ് ആണ്, എന്തെല്ലാം ഇനീഷ്യേറ്റീവുകളാണ് ഗവൺമെന്റ് കൊണ്ടുവന്നിരിക്കുന്നത് അഗ്രികൾച്ചർ സെക്ടറിനെ പ്രൊമോട്ട് ചെയ്യാൻ. ഓക്കെ, അതിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി എന്തെല്ലാം മെഷേഴ്സ് ഇന്ത്യയിൽ ഗവൺമെന്റ് കൊണ്ടുവന്നു. ആൻഡ് ദ സെയിം ക്വസ്റ്റ്യൻ വൺസ് അഗൈൻ 2024 ബോർഡ് എക്സാമിന് ചോദിച്ചിരിക്കുന്നു. എന്താ ചോദിച്ചിരിക്കുന്നത്? ഡിസ്ക്രൈബ് any 5 steps taken by the government of India to increase the productivity of agriculture. Very important. Describe 5 steps. എന്തിലാ ഗവൺമെന്റ് ഇനീഷ്യേറ്റീവ്സ് എന്തൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ അത് 2024 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ആൻഡ് 2018 വീണ്ടും the government of India has introduced various institutional and technological reforms to improve agriculture in 1980s and 1990s. Support the statement. Question ശ്രദ്ധിക്കുക. ഇൻസ്റ്റിറ്റ്യൂഷണൽ റിഫോംസ്, അതേപോലെ തന്നെ ടെക്നോളജിക്കൽ റിഫോംസ്. ഇത് വളരെ അധികം തവണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിരിക്കുന്നു. പല ഇയറിലും ഈ ഒരു ക്വസ്റ്റ്യൻ CBSE ബോർഡ് എക്സാമിന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ അതുകൊണ്ട് തന്നെ ആ ഏരിയ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ വരാനുള്ള പോസിബിലിറ്റിയും വളരെ കൂടുതലാണ്. നമുക്ക് വളരെ പെട്ടെന്നൊന്ന് ഡിസ്കസ് ചെയ്യാം. എന്തെല്ലാം കാര്യങ്ങളാണ് ഒരു ആൻസറിനെ എങ്ങനെ സ്ട്രക്ചറലി ഫ്രെയിം ചെയ്യാം, എങ്ങനെ ഇംപ്രസീവ് ആയിട്ടുള്ള ഒരു ആൻസർ നമുക്ക് എഴുതിയെടുക്കാനായിട്ട് സാധിക്കും. ഇതാണ് നമ്മൾ ഇന്ന് ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. 1 by 1 ആയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, സോ ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ കൊടുക്കാനായിട്ട് പോവാണ്. എന്താണ് സ്റ്റെപ്സ് ടേക്കൺ ബൈ ദ ഗവൺമെന്റ് ടു ബ്രിങ് അബൌട്ട് ഇംപ്രൂവ്മെന്റ്സ് ഇൻ അഗ്രികൾച്ചർ ആർ ടേംഡ് ആസ് ഇൻസ്റ്റിറ്റ്യൂഷണൽ റിഫോംസ്. ആദ്യം നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ റിഫോംസിനെ കുറിച്ച് പറയുന്നു. ഓക്കെ, അപ്പൊ ജനറലി ഒറ്റയടിക്ക് മുഴുവൻ പോയിന്റ്സും എഴുതാതെ ഇൻസ്റ്റിറ്റ്യൂഷണൽ റിഫോംസ് സെപ്പറേറ്റ് എഴുതുകയും ആൻഡ് ഓഫ് കോഴ്സ് ടെക്നോളജിക്കൽ റിഫോംസ് വീണ്ടും മറ്റൊരു ഹെഡിങ് കൊടുത്ത് വീണ്ടും എഴുതുകയും അങ്ങനെ വളരെ സ്ട്രക്ചറലി പോയിന്റ് വൈസ് ആയിട്ട് ഓരോ കീവേഡുകളും അണ്ടർലൈൻ ചെയ്ത് നമുക്ക് ഈ എസ്സേ ക്വസ്റ്റ്യനെ അഡ്രസ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ഫുൾ മാർക്ക് ഷുവർ ആണ്. ആ ഒരു കാര്യത്തിൽ ഒരു കോംപ്രമൈസ് ഉണ്ടായിരിക്കുന്നതല്ല, ഒരു ഡൗട്ടും നിങ്ങൾക്ക് വേണ്ട. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ റിഫോംസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് പോയിന്റ് കളക്ടിവൈസേഷൻ, കൺസോളിഡേഷൻ ഓഫ് ഹോൾഡിംഗ്, കോർപ്പറേഷൻ ആൻഡ് അബോളിഷൻ ഓഫ് സമീന്ദാരി. കീവേഡുകൾ തന്നെയാണല്ലേ. ഒരു കളക്ടിവൈസേഷൻ കൊണ്ടുവരുന്നു, കൺസോളിഡേറ്റ് ചെയ്യുന്നു, പല ആളുകളുടെ കയ്യിൽ ഡിസ്ട്രിബ്യൂട്ടർ ആയിരുന്ന ഏരിയാസ്, ലാൻഡ് ഏരിയാസിനെ മെർജ് ചെയ്ത് കൺസോളിഡേറ്റ് ചെയ്യുന്നു, കോർപ്പറേഷൻ കൊണ്ടുവരുന്നു. ഒരുമിച്ച് ഒരു സഹകരണത്തോടു കൂടി കോർപ്പറേഷനോട് കൂടി തന്നെ മുന്നോട്ടേക്ക് പോവാം, അഗ്രികൾച്ചർ ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസ് കൊണ്ടുവരാം എന്ന് തീരുമാനിക്കുന്നു. ആൻഡ് സമീന്ദാരി സിസ്റ്റം അബോളിഷൻ, അത് അബോളിഷ് ചെയ്ത് കളയുന്നു, സമീന്ദാരി സിസ്റ്റം വേണ്ടാന്ന് വെക്കുന്നു. അങ്ങനെ അഗ്രികൾച്ചർ ആക്ടിവിറ്റീസിനെ പ്രൊമോട്ട് ചെയ്യാൻ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷണൽ റിഫോമുകൾ ഇന്ത്യൻ ഗവൺമെന്റ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് കൊണ്ടുവരുന്നത് കാണാനായിട്ട് നമുക്ക് സാധിക്കും. Then laws of land reforms were enacted. ലാൻഡ് റിഫോം കൊണ്ടുവരുന്നു. എന്താ ലാൻഡ് റിഫോം? നമ്മളുടെ ജമീന്ദാസിന്റെ കയ്യിൽ ഉണ്ടായിരുന്ന ലാൻഡ് എല്ലാം എടുത്തിട്ട് എന്ത് ചെയ്യുന്നു? ടെനൻസിന് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നു, ടെനൻസിനെ ലാൻഡ് ഓണേഴ്സ് ആക്കി മാറ്റുന്നു, അവരുടെ കയ്യിലേക്ക് ലാൻഡ് ഡിവൈഡ് ചെയ്ത് എത്തിക്കുന്നു. സോ അവര് ഓട്ടോമാറ്റിക്കലി സ്വന്തം ലാൻഡിൽ കൾട്ടിവേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങുന്നു. ഓക്കെ, ടെനൻസ് എന്ന് പറയുന്ന ലേബൽ തന്നെ മാറുന്നു. സോ അങ്ങനെ ഓഫ് കോഴ്സ് ഇന്ത്യൻ അഗ്രികൾച്ചർ സെക്ടറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, അത് ഇംപ്രൂവ് ചെയ്യാൻ, അത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ട ഇനീഷ്യേറ്റീവ്സ് ഇന്ത്യൻ ഗവൺമെന്റ് എടുക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദെൻ ക്രോപ്പ് ഇൻഷുറൻസ്, വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്. ക്രോപ്പ് ഫെയിലിയർ ഉണ്ടായാൽ ക്രോപ്പ് ഇൻഷുറൻസ് വേണം, എങ്കിൽ മാത്രമാണ് എന്ത് സംഭവിക്കുക, നമ്മളുടെ ഫാമേഴ്സിന് പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കും. കാരണം നാച്ചുറൽ കലാമിറ്റീസ്, ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ നടക്കുന്ന ഒരു ഫിസിയോഗ്രാഫി ഡിവിഷൻ ആണ് ഇന്ത്യയുടേത്. അപ്പോൾ അവിടെ ക്രോപ്പ് ഫെയിലിയേഴ്സ് വന്നു കഴിഞ്ഞാൽ ക്രോപ്പ് ഇൻഷുറൻസ് വേണം, അതുകൊണ്ട് കൊണ്ടുവരുന്നു. Then ഗ്രാമീൺ ബാങ്ക് കൊണ്ടുവരുന്നു, കോപ്പറേറ്റീവ് സൊസൈറ്റി കൊണ്ടുവരുന്നു,
കൊണ്ടുവരുന്നു. Then കിസാൻ ക്രെഡിറ്റ് കാർഡ്, ലോൺ ഫെസിലിറ്റി വേണ്ട, ഈ ബാങ്കുകളെല്ലാം ലോൺ ഫെസിലിറ്റി കൊടുക്കുന്നു. അത് മാത്രമല്ല കിസാൻ ക്രെഡിറ്റ് കാർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു ഗവൺമെന്റ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ റിഫോം ആയിട്ട്. Then പേഴ്സണൽ ആക്സിഡന്റ് ഇൻഷുറൻസ് സ്കീം കൊണ്ടുവരുന്നു, പയസ് കൊണ്ടുവരുന്നു. ഓക്കെ, ഇതെല്ലാം ഒരു ആക്സിഡന്റ് ഉണ്ടായാൽ ഒരു ഇൻഷുറൻസ് വേണ്ടേ? സോ ആ രീതിയിൽ ഗവൺമെന്റ് ഒത്തിരി ഇനീഷ്യേറ്റീവ്സ് കൊണ്ടുവരികയാണ്. സോ ഇത്തരം ഇനീഷ്യേറ്റീവുകളാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ റിഫോംസിന്റെ കാറ്റഗറിയിൽ വരുന്നത്. സോ ഇന്ത്യൻ അഗ്രികൾച്ചർ സെക്ടറിനെ മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ വേണ്ട എല്ലാ കാര്യങ്ങളും ഇന്ത്യൻ ഗവൺമെന്റ് എടുക്കുന്നു. ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കീവേഡുകൾ എല്ലാം നമ്മൾ നോട്ട് ചെയ്യണം. സൂപ്പർ ആയിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ മാത്രമല്ല ടെക്നോളജിക്കൽ റിഫോംസ് കൊണ്ടുവരുന്നു. എന്തൊക്കെയാണ്? ഗ്രീൻ റെവല്യൂഷൻ, വൈറ്റ് റെവല്യൂഷൻ. ടെക്നോളജിക്കലി നമ്മൾ എത്രത്തോളം അഡ്വാൻസ്ഡ് ആകുന്നു അത്രയധികം അഗ്രികൾച്ചർ സെക്ടറിനെയും, കാരണം ഇന്ത്യൻ എക്കണോമി ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് അഗ്രികൾച്ചറെ തന്നെയാണ്. പ്രൈമറി സെക്ടറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആളുകളാണ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ഇന്ത്യയിൽ കൂടുതൽ. സോ ഗ്രീൻ റെവല്യൂഷൻ കൊണ്ടുവരുന്നു. അഗ്രികൾച്ചർ സെക്ടറിനെ മാക്സിമം അതിന് വേണ്ട ഇനീഷ്യേറ്റീവ്സ് ഗവൺമെന്റ് എടുക്കുന്നു. ദെൻ വൈറ്റ് റെവല്യൂഷൻ, മിൽക്കിന്റെ കാര്യത്തിൽ വൈറ്റ് റെവല്യൂഷൻ കൊണ്ടുവരുന്നു. ദെൻ ടെക്നോളജിക്കൽ എന്തൊക്കെ ചെയ്യാം? HYV സീഡ്, എന്താ ഹൈ yielding വെറൈറ്റി സീഡ് കൊണ്ടുവരുന്നു കൾട്ടിവേഷന് വേണ്ടി. Then chemical fertilizers, pesticides, ഇതെല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. And of course methods of modernized irrigation system. Irrigation is modernized. Modern technology ഉപയോഗിച്ച് ഇറിഗേഷൻ നടത്തുന്നു. ഓക്കെ, കാരണം വാട്ടർ എല്ലായിടത്തും ഒരുപോലെ അല്ല കിട്ടുന്നത്. അപ്പൊ അതിനുവേണ്ടി ഇറിഗേഷൻ ടെക്നിക്കുകൾ കൊണ്ടുവരുന്നു, പുതിയ മെത്തേഡുകൾ കൊണ്ടുവരുന്നു, ലേറ്റസ്റ്റ് അഗ്രികൾച്ചർ എക്യുപ്മെന്റ്സ് കൊണ്ടുവരുന്നു, ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഇതെല്ലാം ടെക്നോളജിക്കൽ റിഫോംസ് ആണ്. ദെൻ വെദർ ബുള്ളറ്റിൻസ്, വെദർ അറിയാത്തൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു ഇന്ത്യയിലെ ഫാമേഴ്സിന്. എങ്ങനെ എപ്പോ എന്ത് കൾട്ടിവേറ്റ് ചെയ്യണം, ഏത് വെദർ ആണ് വരെ, വെദർ ഫോർകാസ്റ്റിംഗ് അവർക്ക് അറിയില്ലായിരുന്നു. സോ വെദർ ബുള്ളറ്റിൻസ് പുറത്തിറക്കുന്നു, അത് റേഡിയോ ആൻഡ് ടെലിവിഷൻ വഴി ഫാമേഴ്സിന്റെ അടുത്തേക്ക് എത്തിക്കുകയാണ്. ദെൻ മിനിമം സപ്പോർട്ട് പ്രൈസ്, അതും ഒരു കീവേഡ് ആണ്, വളരെ പ്രധാനപ്പെട്ട കീവേഡ് ആണ്. അനൗൺസ്മെന്റ് ഓഫ് MSP, മിനിമം സപ്പോർട്ട് പ്രൈസ്, അതായത് ഫാമേഴ്സിന് അവരുടെ പ്രൊഡക്ട്സിന് ഒരു മിനിമം സപ്പോർട്ട് പ്രൈസ് MSP ഗവൺമെന്റ് ഗ്യാരണ്ടി ചെയ്യുന്നു. ഇങ്ങനെ ഇന്ത്യൻ അഗ്രികൾച്ചർ സെക്ടറിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് ബോത്ത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് ടെക്നോളജിക്കൽ റിഫോംസ് കൊണ്ടുവരുന്നു. സോ ഈ ആൻസറിന്റെ ഒരു ഫ്രെയിം വർക്ക് എല്ലാ കുഞ്ഞുമക്കളും ശ്രദ്ധിക്കുക. ഇവൻ ദോ ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആണെങ്കിൽ പോലും നമ്മൾ അതിനൊരു ഇൻട്രൊഡക്ഷൻ കൊടുത്ത് ആ എസ്സേ ക്വസ്റ്റ്യനിലെ ഓരോ ടോപ്പിക്കിനെയും സബ് ഡിവൈഡ് ചെയ്ത് സ്ട്രക്ചറലി നമ്മൾ ആൻസർ ചെയ്യുകയാണെങ്കിൽ ഫുൾ മാർക്കിലേക്ക് എത്താനായിട്ട് നമുക്ക് സാധിക്കും. നമുക്ക് അടുത്ത റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ നോക്കാം. റെഡി അല്ലേ? സെക്കൻഡ് ക്വസ്റ്റ്യൻ. യെസ്, എന്താണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ? ക്രോപ്സ്, ഒരുപാട് ക്രോപ്സ് അഗ്രികൾച്ചറിൽ നമ്മൾ പഠിച്ചു അല്ലേ? സോ വീറ്റ് ആൻഡ് റൈസ് ഫാമിംഗ് ഇൻ ഇന്ത്യ ആർ ഫെയർലി ഡിഫറെന്റ് ഫ്രം ഈച്ച് അതർ. വീറ്റും റൈസും ഡിഫറെന്റ് ആണ്, നമുക്കറിയാം അല്ലേ? സപ്പോർട്ട് ദി സ്റ്റേറ്റ്മെന്റ് വിത്ത് 5 suitable examples. എന്തൊക്കെ കാര്യങ്ങളാണ്? നമ്മൾ ഓൾറെഡി വീറ്റും റൈസ് ഒക്കെ പഠിക്കുന്ന സമയത്ത് അതിന്റെ ടെമ്പറേച്ചർ, അതിന്റെ റെയിൻഫോൾ, അതിന്റെ സോയിൽ എന്താണ്, അത് ഖാരിഫ് ആണോ റാബി ആണോ സൈദ് ആണോ, ഇതൊക്കെ നോക്കിയിട്ട് നമ്മൾ പഠിക്കുന്നത്. സോ ആ ഒരു കമ്പാരിസൺ ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്, റൈസും വീറ്റും. അത് വീണ്ടും 2012 ചോദിച്ചു, then 2011 2024 ലേറ്റസ്റ്റ് നടന്ന എക്സാമിലും ചോദിച്ചൊരു കാര്യം, വീറ്റ് ആൻഡ് റൈസ് ഫാമിംഗ് ഇൻ ഇന്ത്യ ആർ ഫെയർലി ഡിഫറെന്റ് ഫ്രം ഈച്ച് അതർ, എക്സ്പ്ലെയിൻ. Again സെയിം ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നു. ദെൻ ഈ വീറ്റും റൈസും മാത്രമല്ല, ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് 2024 വീറ്റും റൈസും വന്നതുകൊണ്ട് നമ്മൾ അത് എടുത്തു. അത് മാത്രമല്ല വീറ്റ്, കോട്ടൺ, ജൂട്ട്, ഷുഗർ കെയിൻ, മില്ലറ്റ്, മെയ്സ്, റബ്ബർ, ഇവിടെ നിന്നൊക്കെ നമുക്ക് ക്രോപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള അതിന്റെ സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണ്, എക്സാമ്പിൾസ് എന്തൊക്കെയാണ്, അതിന്റെ കൾട്ടിവേഷന് വേണ്ട ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണ്, ഇതൊക്കെ ചോദിച്ചുകൊണ്ട് ക്വസ്റ്റ്യൻസ് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പൊ നമുക്കിപ്പോ വീറ്റ് ആൻഡ് റൈസ് അതിന്റെ ഇമ്പോർട്ടൻസ് ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, യു ക്യാൻ സീ നമ്മൾ എങ്ങനെയാ ഈ ക്വസ്റ്റ്യൻ എങ്ങനെ അഡ്രസ് ചെയ്ത്, ഒരു ടേബിൾ വരച്ച് നമ്മൾ ഇത് അഡ്രസ് ചെയ്താൽ ഇത് വാല്യുവേഷൻ നടത്തുന്ന ടീച്ചേഴ്സിന് വളരെ ഇംപ്രസീവ് ആയിരിക്കും. എസ്പെഷ്യലി റെയിൻഫോൾ, ടെമ്പറേച്ചർ, ദെൻ ഏരിയ വൈസ് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ്, ടൈപ്പ് ഓഫ് ക്രോപ്പ് എന്താണ്, മേജർ പ്രൊഡ്യൂസർ, ഏത് സ്റ്റേറ്റ് ആണ് മേജർ പ്രൊഡ്യൂസർ. ഓക്കെ, നമ്മളിത് വീറ്റും റൈസും കമ്പയർ ചെയ്യുന്നു. റെയിൻഫോൾ 50 to 75 centimeter വീറ്റ്, ദെൻ above 100 centimeter റൈസ്, ദെൻ ടെമ്പറേച്ചർ 15 ഡിഗ്രി. ഓക്കെ, അതേപോലെ തന്നെ above 25 degree Celsius. ഓക്കെ, സെന്റിമീറ്റർ അല്ല സെൽഷ്യസ് ആണ്, അതെല്ലാം കുഞ്ഞുമക്കളൊന്ന് നോട്ട് ചെയ്യുക. ഓക്കെ, സോ ടെമ്പറേച്ചർ നോട്ട് ചെയ്യുക, എത്ര 50 degree Celsius, അതേപോലെ തന്നെ 25 degree Celsius. Then area wise distribution, നോർത്ത് വെസ്റ്റ് റീജിയനിലാണ്. അതേപോലെ തന്നെ എവിടെയാണ് റൈസ് കൾട്ടിവേറ്റ് ചെയ്യുന്നത്, ഇനി എന്ത് ടൈപ്പ് ക്രോപ്പ് ആണ്. റൈസ്, വീറ്റ് ഇസ് എ റാബി ക്രോപ്പ്, റൈസ് ഇസ് എ ഖാരിഫ് ക്രോപ്പ്. കാരണം ഖാരിഫ് പഠിച്ചപ്പോൾ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ റൈസ് പഠിച്ചു, റാബി പഠിച്ചപ്പോൾ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ വീറ്റ് പഠിച്ചു. അപ്പൊ ഇങ്ങനെ ക്ലിയർ കട്ട് ആയിട്ട് എല്ലാ കുഞ്ഞുമക്കളും എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ്, എത്ര സെന്റിമീറ്റർ റെയിൻഫോൾ ആണ്, ഇതൊക്കെ ക്ലിയർ കട്ട് ആയിട്ട് നോക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാ കുഞ്ഞുമക്കളും ക്ലിയർ കട്ട് ആയിട്ട് നോക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിന്റെ ടെമ്പറേച്ചർ, റെയിൻഫോൾ, സോയിൽ, ഓക്കെ, പ്രൊഡ്യൂസർ
പ്രൊഡ്യൂസർ ഏത് സ്റ്റേറ്റ് ആണ്? വീറ്റ് ആണെങ്കിൽ പഞ്ചാബ് ആണ് മെയിൻ പ്രൊഡ്യൂസർ, റൈസ് ആണെങ്കിൽ വെസ്റ്റ് ബംഗാൾ ആണ്. ഇങ്ങനെ ഓരോ ക്രോപ്പിനെയും അതിന്റെ ടെമ്പറേച്ചർ, അതിന്റെ സ്റ്റേറ്റ്, മേജർ സ്റ്റേറ്റ് ഏതാണ്, അതിന്റെ സോയിൽ ഏതാണ്, ഓക്കെ, അതിന്റെ റെയിൻഫാൾ എത്രയാണ്, അത് ഖാരിഫ് ആണോ റാബി ആണോ സെയ്ദ് ആണോ, ഇങ്ങനെ കമ്പയർ ചെയ്ത് ഓരോ ക്രോപ്പിനെയും പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. വെരി വെരി ഇമ്പോർട്ടന്റ്. അതെല്ലാ കുഞ്ഞുമക്കളും പ്രത്യേകം നോക്കുക. അത് MCQ ലെവലിലും ആ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ദാറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് ഫോർ ദ എക്സാം പോയിന്റ് ഓഫ് വ്യൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. തേർഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് what are the major differences between primitive subsistence farming and commercial farming? ഓക്കെ, നമ്മൾ ഈ ചാപ്റ്ററിന്റെ തുടക്കം തന്നെ പഠിക്കുന്നത് പ്രിമിറ്റീവ് സബ്സിസ്റ്റൻസ് ഫാമിംഗ്, കൊമേഴ്ഷ്യൽ ഫാമിംഗ്, ദെൻ ലേബർ ഇന്റൻസീവ് ആയിട്ടുള്ള ഇന്റൻസീവ് സബ്സിസ്റ്റൻസ് ഫാമിംഗ്. ഓക്കെ, ഇതൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഓട്ടോമാറ്റിക്കലി പ്ലാന്റേഷൻ, ഇതൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഇതിന്റെ കമ്പാരിസൺ ചോദിക്കും. 2030 ചോദിച്ചിരിക്കുന്നു പ്രിമിറ്റീവ് സബ്സിസ്റ്റൻസ് ഫാമിംഗും കൊമേഴ്ഷ്യൽ ഫാമിംഗും തമ്മിലുള്ള കമ്പാരിസൺ ചോദിച്ചിരിക്കുന്നു. അതിൽ പ്രിമിറ്റീവ് സബ്സിസ്റ്റൻസ് ഫാമിംഗ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. MCQ എപ്പോഴും ചോദിക്കുന്ന ഒരു ഏരിയ കൂടിയാണ്. സ്പെഷ്യലി സ്ലാഷ് ആൻഡ് ബേൺ അഗ്രികൾച്ചർ അല്ലെങ്കിൽ ജുമ്മിങ് എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ആ ഒരു സ്ലാഷ് ആൻഡ് ബേൺ അഗ്രികൾച്ചറിനെ കുറിച്ച് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതിന്റെ അതർ നെയിംസ് എന്തൊക്കെയാണ് എന്നുള്ളത് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പൊ അതെല്ലാം കുഞ്ഞുമക്കളൊന്ന് നോട്ട് ചെയ്യുക. അപ്പോ കമ്പാരിസൺ ചോദിച്ചു, അല്ലെങ്കിൽ ഡിസ്റ്റിംഗ്വിഷ് ചോദിച്ചു, ഡിഫറൻഷിയേറ്റ് എന്ന് ചോദിച്ചു. ഓഫ് കോഴ്സ് നിങ്ങൾ അതൊരു ടേബിൾ വരച്ച് എഴുതുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. സോ നമ്മളിവിടെ ചെയ്തേക്കുന്നത് പ്രിമിറ്റീവ് സബ്സിസ്റ്റൻസ് ഫാമിംഗ് ആൻഡ് കൊമേഴ്ഷ്യൽ ഫാമിംഗ്. ഒരു ടീച്ചർ നമുക്കിത് നോർമലി ഹെഡിങ് കൊടുത്ത് പോയിന്റ് ആക്കി എഴുതാം, പക്ഷെ ഇതൊരു ടേബിൾ ആയിട്ട് നമ്മൾ എഴുതുമ്പോൾ ആ കമ്പാരിസൺ വളരെ ഈസി ആയിട്ട് പോസിബിൾ ആണ്. നമ്മൾക്കും തെറ്റാതെ ആൻസേഴ്സ് എഴുതാനായിട്ട് സാധിക്കും. അതെല്ലാ കുഞ്ഞുമക്കളും പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. സോ പ്രിമിറ്റീവ് സബ്സിസ്റ്റൻസ് ഫാമിംഗിലാണെങ്കിൽ എന്താണ് ഓൾഡസ്റ്റ് ടെക്നിക് ആണ്, പ്രിമിറ്റീവ് ടൂൾസ് ആ യൂസ് ചെയ്യുന്നത്, ഹോ, ദവോ, ഡിഗിങ് സ്റ്റിക്സ്, ഇതൊക്കെ നമ്മൾ പഠിച്ചാണ് അല്ലേ. ദെൻ സ്മോൾ സ്കെയിൽ രീതിയിലാണ് കൊമേഴ്ഷ്യൽ ഫാമിംഗ് എന്ന് പറഞ്ഞത്. അത് അപ്പൊ തന്നെ മനസ്സിലാക്കുക, ലാർജ് സ്കെയിലാണ് നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്നത്. HYV സീഡ്സ് യൂസ് ചെയ്യുന്നു, കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യുന്നു, ന്യൂ ടെക്നോളജി, മോഡേൺ ടൂൾസ് ആൻഡ് ന്യൂ ടെക്നോളജി. സിംപ്ലി പ്രിമിറ്റീവ് സബ്സിസ്റ്റൻസ് ഫാമിംഗ് എന്ന് പറഞ്ഞാൽ പ്രിമിറ്റീവ് ടൂൾസ് യൂസ് ചെയ്യുന്നു, കൊമേഴ്ഷ്യൽ ഫാമിംഗ് എന്ന് പറഞ്ഞാൽ കൊമേഴ്ഷ്യൽ പർപ്പസ് ആണ്. സോ മോഡേൺ ഇൻപുട്ടുകൾ യൂസ് ചെയ്യുന്നു, മോഡേൺ ടൂൾസ് യൂസ് ചെയ്യുന്നു, പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്യുന്നു, HYV സീഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്നു. ഇത് ഇങ്ങനെ ഡയറക്ട്ലി കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് പോയിന്റ്സ് മറന്നു പോവാതെ ക്ലിയർ കട്ട് ആയിട്ട് എഴുതാനായിട്ട് സാധിക്കും. ദെൻ നമ്മളുടെ ഒരു ഫാമർ ഫാമിലിയൊക്കെ ആയിട്ട് അവർക്ക് ഒരു ഫാമിലിക്ക് സെൽഫായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് പ്രിമിറ്റീവ് സബ്സിസ്റ്റൻസ് ഫാമിംഗ് അല്ലെ. ഒരു ഫാർമർ ഉണ്ട്, ഫാമിലി ഉണ്ട്, അവർക്ക് ഒരുമിച്ച് ചെയ്യാം അവരുടെ ലാൻഡിൽ പ്രിമിറ്റീവ് സബ്സിസ്റ്റൻസ് ഫാമിംഗ്. ബട്ട് കൊമേഴ്ഷ്യൽ ഫാമിംഗിലേക്ക് വരുമ്പോൾ ലാർജ് ഏരിയയിലാണ്, സിംഗിൾ ക്രോപ്പ് ലാർജ് ഏരിയയിൽ പ്രോഫിറ്റിന് വേണ്ടി നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്നു. ആ ഒരു പോയിന്റ് കൃത്യമായിട്ട് നമ്മൾ അവിടെ നോട്ട് ചെയ്യണം. ദെൻ പ്രിമിറ്റീവ് സബ്സിസ്റ്റൻസ് ഫാമിംഗ് ലേബർ ഇന്റൻസീവ് ആണ്, കൊമേഴ്ഷ്യൽ ഫാമിംഗ് ക്യാപിറ്റൽ ഇന്റൻസീവ് ആണ്. കൊമേഴ്ഷ്യൽ ഫാമിംഗിന് പൈസ ചെലവുണ്ട്, ഇങ്ങനെ ലാഭം കിട്ടത്തുള്ളൂ. കാരണം മോഡേൺ ഇൻപുട്ട് യൂസ് ചെയ്യണം, മോഡേൺ മെഷീനറി യൂസ് ചെയ്യണം, HYV സീഡ്സ് യൂസ് ചെയ്യണം, പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്യണം. സോ ക്യാപിറ്റൽ ഇന്റൻസീവ് ആണ്. ബട്ട് പ്രിമിറ്റീവ് സബ്സിസ്റ്റൻസ് ഫാമിംഗ് എന്ന് പറഞ്ഞാൽ ലേബർ ഇന്റൻസീവ്, നല്ലോണം പണിയെടുത്ത് കഴിഞ്ഞാൽ നല്ല ഔട്ട്പുട്ട് നമുക്ക് കിട്ടും അല്ലെ. സോ അത് കൃത്യമായിട്ട് നോക്കുക. പിന്നെ അതിന്റെ കുറച്ച് എക്സാമ്പിൾസ് എന്തൊക്കെയാ ചെയ്യുന്നത്. ഫുഡ് ക്രോപ്സ് ഒക്കെയാണ് മെയിൻ ആയിട്ട് പ്രിമിറ്റീവ് സബ്സിസ്റ്റൻസിൽ വരാ. ആൻഡ് ഫുഡ് ക്രോപ്സ് എക്സാമ്പിൾസ് അറിയാലോ, റൈസ്, വീറ്റ് ഒക്കെയാ വരാ. ആൻഡ് കൊമേഴ്ഷ്യലിലേക്ക് പോയാൽ ക്യാഷ് ക്രോപ്സ് ആണ്. എക്സാമ്പിൾ കോട്ടൺ, ഷുഗർ കെയിൻ, കാരണം കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടല്ലേ. സോ ക്യാഷ് ക്രോപ്സ് ആണ് കൂടുതലും കൊമേഴ്ഷ്യൽ ഫാമിംഗ്. ഇങ്ങനെ കമ്പയർ എഴുതാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കണം. ദാറ്റ്സ് വെരി 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 ഇമ്പോർട്ടന്റ്. അതിപ്പോ പ്രിമിറ്റീവ് സബ്സിസ്റ്റൻസും കൊമേഴ്ഷ്യൽ ഫാമിംഗും മാത്രമല്ല, മറ്റ് ഫാമിംഗ്, അതായത് ഇപ്പൊ നമ്മൾ ലേബർ ഇന്റൻസീവ് സബ്സിസ്റ്റൻസ് ഫാമിംഗ് അതായിട്ട് കമ്പയർ ചെയ്യാൻ പറയും, പ്ലാന്റേഷൻ ആയിട്ട് കമ്പയർ ചെയ്യാൻ പറയും. സോ അതേ രീതിയിൽ ക്വസ്റ്റ്യൻസ് പലതവണ വന്നിട്ടുണ്ട്. മറ്റൊരു എക്സാമ്പിൾ, സെയിം മോഡൽ ക്വസ്റ്റ്യൻ ആണ്, കമ്പയർ ഇന്റൻസീവ് സബ്സിസ്റ്റൻസ് ഫാമിംഗ് വിത്ത് കൊമേഴ്ഷ്യൽ ഫാമിംഗ്. ഇപ്പൊ നമ്മള് പ്രിമിറ്റീവ് സബ്സിസ്റ്റൻസും കൊമേഴ്ഷ്യലും കമ്പയർ ചെയ്ത പോലെ ഇന്റൻസീവ് സബ്സിസ്റ്റൻസ് ഫാമിംഗും കൊമേഴ്ഷ്യൽ ഫാമിംഗും കമ്പയർ ചെയ്യാൻ പറഞ്ഞ് അഗ്രികൾച്ചർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നു. ഓഫ് കോഴ്സ് ടേബിൾ വരച്ച് നല്ല അടിപൊളിയായിട്ട് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ കമ്പാരിസൺ നടത്താനായിട്ട് സാധിക്കും. അതെല്ലാ കുഞ്ഞുമക്കളും ക്ലിയർ കട്ട് ആയിട്ട് നോട്ട് ചെയ്യുക. ഇതേപോലെ തന്നെ കണ്ടില്ലേ, ലേബർ ഇന്റൻസീവ്, കൊമേഴ്ഷ്യൽ ഫാമിംഗ് എന്താണ്? കൊമേഴ്ഷ്യൽ ഫാമിംഗ് ഓൾറെഡി നമ്മൾ പറഞ്ഞു, ലാർജ് സിംഗിൾ ക്രോപ്പ് ഈസ് ഗ്രൗണ്ട് ഇൻ എ ലാർജ് ഏരിയ. ലേബർ ഇന്റൻസീവ് ആവുമ്പോൾ എന്താവും, ഹൈ പോപ്പുലേഷൻ പ്രഷർ ഉള്ള സ്ഥലത്താണ്, അവിടെയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഇന്റൻസീവ് സബ്സിസ്റ്റൻസ്, കാരണം ലേബർ ഇന്റൻസീവ് ആണ്, ഒരുപാട് ലേബർ വേണം. അപ്പൊ അങ്ങനെ ഒരു ഏരിയയിലാണ് നമ്മളത് ഇന്റൻസീവ് സബ്സിസ്റ്റൻസ് ഫാമിംഗ് നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, പിന്നെ അതിന്റെ സ്പെഷ്യാലിറ്റീസ് 1 by 1 ആയിട്ട് നമ്മൾ എഴുതിയിരിക്കുന്നു. ഓരോന്നായിട്ട് വായിച്ചു നോക്കുക. വെരി 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 ഇമ്പോർട്ടന്റ്. ഇവിടെ സ്മോൾ പീസ് ഓഫ് ലാൻഡ് ആണെങ്കിൽ ഇവിടെ ഹ്യൂജ് പീസ് ഓഫ് ലാൻഡ് ആണ്. അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റണം ഓരോന്നും. ഇന്റൻസീവ് സബ്സിസ്റ്റൻസ് ഫാമിംഗ് സ്മോൾ പീസ് ഓഫ് ലാൻഡ് ആണെങ്കിൽ, കൊമേഴ്ഷ്യൽ ഫാമിംഗ് ലാർജ് പീസ് ഓഫ് ലാൻഡിലാണ് നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്നത്. അതെല്ലാ കുഞ്ഞുമക്കളും കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, പിന്നെ ഇന്റൻസീവ് സബ്സിസ്റ്റൻസ് ഫാമിംഗിൽ ലോട്ട്സ് ഓഫ് ക്യാപിറ്റൽ വേണം, ഡസന്റ് റിക്വയർ ലോട്ട്സ് ഓഫ് ക്യാപിറ്റൽ ആണ്, അധികം ക്യാപിറ്റൽ വേണ്ട. ആൻഡ് കൊമേഴ്ഷ്യൽ ഫാമിംഗിലാണെങ്കിൽ നല്ല ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് വേണം, അത് കൃത്യമായിട്ട് നോക്കുക. അങ്ങനെ ഇത് ഇന്റൻസീവ് സബ്സിസ്റ്റൻസ് ഫാമിംഗ് ഫാമിലി കൺസപ്ഷന് വേണ്ടിയിട്ടാണെങ്കിൽ, മറ്റേത്
നമ്മൾ പ്രൊഡക്റ്റീവായിട്ട് നമുക്ക് സെല് ചെയ്യാനായിട്ട് കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇങ്ങനെ ഓരോ പോയിന്റിനും ഈസി ആയിട്ട് കമ്പയർ ചെയ്ത് സ്കോർ ചെയ്യാനായിട്ട് നിങ്ങളെ കൊണ്ട് സാധിക്കും. അതെല്ലാ കുഞ്ഞുമക്കളും നല്ല ഉഷാറായിട്ട് വേണം പഠിക്കാനായിട്ട്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫോർത്ത് ക്വസ്റ്റ്യൻ, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ 2019 ചോദിച്ചേക്കുന്നു. ഡിസ്ക്രൈബ് എനി 4 geographical conditions required for the growth of tea. ടീ കോഫി ഒക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ടീ കോഫി എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ഫീച്ചേഴ്സ് എന്തായാലും നോക്കണം. ക്രോപ്സ് പഠിക്കുമ്പോൾ മസ്റ്റ് ആയിട്ട് നോക്കണം. മെൻഷൻ 2 major tea producing states of South India. കേരളത്തിന്റെ കാര്യം മറക്കണ്ടല്ലോ, തമിഴ്നാടിന്റെ കാര്യം. സ്റ്റേറ്റ് പറയുന്ന സമയത്ത് ടീ എന്ന് കേട്ടാൽ തന്നെ ആസാം ആദ്യം വരണം. ആസാമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്, ദെൻ കേരള, തമിഴ്നാടും ഒക്കെ വരും. ഓക്കെ, അതൊക്കെ നോട്ട് ചെയ്യാം. 2012 ചോദിച്ചിരിക്കുന്നു എന്താ, നെയിം ദ ഇമ്പോർട്ടന്റ് ബിവറേജ് ക്രോപ്പ് ഇൻട്രൊഡ്യൂസ് ബൈ ബ്രിട്ടീഷ്. ബ്രിട്ടീഷുകാരെ ഇന്ത്യയിൽ കൊണ്ടുവന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബിവറേജ് ക്രോപ്പ് എന്താണ്? അത് ടീ ആണ്, മറക്കാതിരിക്കുക. അപ്പൊ അങ്ങനെ ഇൻഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ വരും, ഡയറക്റ്റ് ആയിട്ട് തന്നെ എപ്പോഴും ചോദിക്കണം എന്നൊന്നുമില്ല. ഓക്കെ, അപ്പൊ അത് നോട്ട് ചെയ്യുക. എക്സ്പ്ലെയിൻ ദ ജോഗ്രഫിക്കൽ കണ്ടീഷൻ നീഡഡ് ഫോർ ദ കൾട്ടിവേഷൻ. റൈറ്റ് എനി 2 important states where it is grown. ഏതൊക്കെ സ്റ്റേറ്റിലാണ്? സെയിം ക്വസ്റ്റ്യൻ, ഏരിയ സെയിം ആണ്, സ്റ്റൈൽ ഒന്ന് മാറ്റിയിരിക്കുന്നു, അതേ രീതിയിൽ ക്വസ്റ്റ്യൻസ് വരുന്നു. അതെല്ലാ കുഞ്ഞുമക്കളും കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. വെരി വെരി ഇമ്പോർട്ടന്റ്. ദെൻ വാട്ട് ആർ ദ സോയിൽ ടൈപ്പ്, ക്ലൈമറ്റ് കണ്ടീഷൻ, റെയിൻഫാൾ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സോയിൽ ചോദിക്കും, ക്ലൈമറ്റ് ചോദിക്കും, റെയിൻഫാൾ ചോദിക്കും, ഏത് ടൈപ്പ് ഓഫ് ക്രോപ്പ് ആണെന്ന് ചോദിക്കും, സ്റ്റേറ്റ് ചോദിക്കും. ഇതൊക്കെ സ്ഥിരമാണ് ക്രോപ്പിന്റെ കാര്യത്തിൽ. അപ്പൊ അത് ടീ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ 2017 ചോദിച്ചേക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ടീ. പല 2017, 2019, 2012 ചോദിച്ചിട്ടുണ്ട്. സോ മസ്റ്റ് ആയിട്ടും നിങ്ങൾ അത് പഠിച്ചിട്ട് വേണം എക്സാമിന് പോവാനായിട്ട്. നോക്കാം. ടീ ഗ്രോസ് വെൽ ഇൻ ട്രോപ്പിക്കൽ സബ് ട്രോപ്പിക്കൽ ക്ലൈമറ്റ്. ഓഫ് കോഴ്സ് ഇന്ത്യയിൽ നല്ല രീതിയിൽ ടീ കൾട്ടിവേഷൻ ഉണ്ട് അല്ലെ. ട്രോപ്പിക്കൽ കൺട്രി ആണ്, ട്രോപ്പിക്കൽ സബ് ട്രോപ്പിക്കൽ റീജിയൻ ആണ് മാക്സിമം ടീ കൾട്ടിവേഷൻ നടക്കുന്നത്. സോയിൽ എന്താ, ഡീപ്പ് ആൻഡ് ഫെർട്ടൈൽ ആണ്, വെൽ ട്രെയിൻഡ് സോയിൽ ആണ്. വെൽ ട്രെയിൻഡ് സോയിൽ ആണ്, റിച്ച് ഇൻ ഹ്യൂമസ് കണ്ടന്റ് കൂടുതലാണ്, വളക്കൂറുള്ള നല്ല ഫെർട്ടൈൽ ആയിട്ടുള്ള സോയിൽ ആണ് ടീ കൾട്ടിവേഷൻ ആവശ്യം. ക്ലൈമറ്റ് എന്താ, വാം ആൻഡ് മോയിസ്റ്റ് ക്ലൈമറ്റ് അത്യാവശ്യം വാം ആയിരിക്കണം, മോയിസ്റ്റ് ആയിരിക്കണം, ഫ്രോസ്റ്റ് ഫ്രീ. ഐ റിപ്പീറ്റ്, ദാറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടന്റ്. ഫ്രോസ്റ്റ് ഫ്രീ ആയിട്ടുള്ള, മഞ്ഞില്ലാത്ത അല്ലെങ്കിൽ മഞ്ഞില് നമ്മളുടെ ഈ പറഞ്ഞ ടീ പ്ലാന്റേഷൻസ് മൂടിക്കിടക്കാനായിട്ട് പാടില്ല. സോ ഫ്രോസ്റ്റ് ഫ്രീ ആയിട്ടുള്ള ക്ലൈമറ്റ് ആണ് ടീ കൾട്ടിവേഷന് വേണ്ടത് ത്രൂ ഔട്ട് ദ ഇയർ. റെയിൻഫാൾ എന്താ, ഫ്രീക്വന്റ് റെയിൻഫാൾ, ഫ്രീക്വന്റ് ഷവേഴ്സ് വേണം, ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യണം. ഓക്കെ, സ്റ്റേറ്റുകൾ ഏതൊക്കെയാ? ഫസ്റ്റ് സ്റ്റേറ്റ് മറക്കരുത്, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ദാറ്റ് ഈസ് അസം. അസം കഴിഞ്ഞാൽ വെസ്റ്റ് ബംഗാൾ, ഡാർജിലിംഗിലൊക്കെ. ഓക്കെ, ദെൻ കേരള, നമ്മുടെ സ്വന്തം കേരള, ദെൻ തമിഴ്നാടു. ഓക്കെ, ദെൻ ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, ഇവിടെയൊക്കെ നമുക്ക് ടീ പ്ലാന്റേഷൻസ് കാണാനായിട്ട് സാധിക്കും. അതെല്ലാ കുഞ്ഞുമക്കളും ക്ലിയർ കട്ട് ആയിട്ട് നോട്ട് ചെയ്യാം. ഓക്കെ, ലാസ്റ്റ് 5th ക്വസ്റ്റ്യനിലേക്ക് പോയാലോ, ഏറ്റവും റിപ്പീറ്റഡ് ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. യെസ്, ദാറ്റ് ഈസ് നെയിം 3 ക്രോപ്പിംഗ് സീസൺസ് ഓഫ് ഇന്ത്യ. ക്രോപ്പിംഗ് സീസൺ കേൾക്കുമ്പോൾ തന്നെ മൈൻഡിലേക്ക് എന്ത് വരണം? ഖാരിഫ്, റാബി, സൈദ്. മറക്കാതിരിക്കുക, വെരി വെരി ഇമ്പോർട്ടന്റ്. റൈറ്റ് ദർ സോയിങ്, ഹാർവെസ്റ്റിംഗ് ടൈം ആൻഡ് മേജർ ക്രോപ്സ് ഓഫ് ഈച്ച് സീസൺ. ഓരോ സീസണിലെയും മേജർ ക്രോപ്സ് ഏതൊക്കെയാണ്? വാട്ട് ആർ ദ 2 മെയിൻ ക്രോപ്പിംഗ് സീസൺസ് ഇൻ ഇന്ത്യ? മെൻഷൻ ദെയർ ഗ്രോയിങ് ആൻഡ് ഹാർവെസ്റ്റിംഗ് പീരീഡ്. കണ്ടില്ല, 2015 2019 സെയിം പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നു. വെരി ഇമ്പോർട്ടന്റ് ഫോർ ദ എക്സാം പോയിന്റ് ഓഫ് വ്യൂ. ക്രോപ്പിംഗ് സീസൺസ് ഓഫ് ഇന്ത്യ, ഖാരിഫ്, റാബി, സൈദ്. ഓൾറെഡി മെന്റൽബിയുടെ ക്ലാസ്സുകളിൽ സാർ നിങ്ങൾക്ക് കോഡ് വെച്ച് തന്നെ നല്ല അടിപൊളിയായിട്ട് മറക്കാത്ത രീതിയിൽ പഠിപ്പിച്ചിട്ടുണ്ട്. നമുക്കിപ്പോ ഒന്ന് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് നോക്കാം. ഓക്കെ, നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് അതിനകത്ത് വരിക. ഖാരിഫ്, റാബി സീസൺ എന്താ? സോൺ ഇൻ ദ വിന്റർ ഫ്രം ഒക്ടോബർ ടു ഡിസംബർ, ഹാർവെസ്റ്റഡ് ഇൻ സമ്മർ ഫ്രം ഏപ്രിൽ ടു ജൂൺ. ആ മന്ത് നോക്കുക, അത് ഇമ്പോർട്ടന്റ് ആണ്. എന്തൊക്കെയാണ് മേജർ ഇമ്പോർട്ടന്റ് റാബി ക്രോപ്സ്? വീറ്റ്, മറക്കാതിരിക്കുക, വീറ്റ് എന്ന് കേട്ടാലേ റാബി ആണ്. ബാർലി, പീ, ഗ്രാം, മസ്റ്റാർഡ്, ഇതൊക്കെ റാബി ക്രോപ്സ് ആണ്. അപ്പോൾ റാബി ക്രോപ്സിന്റെ എക്സാമ്പിൾസ് എങ്ങനെ പോയാലും ഒരു 4 to 5 എക്സാമ്പിൾസ് മസ്റ്റ് ആയിട്ട് എല്ലാ കുഞ്ഞുമക്കളും പഠിച്ചിട്ടുണ്ടാവണം. ദെൻ ഓഫ് കോഴ്സ് പിന്നെ നമുക്കുള്ളത് സ്റ്റേറ്റ്. ഏതൊക്കെ സ്റ്റേറ്റിലാണ് റാബി ക്രോപ്സ് കൂടുതൽ വരുന്നത്? പഞ്ചാബ്, വീട്ടിൽ നിന്ന് കേട്ടാൽ പഞ്ചാബ് മറക്കരുത്, ദാറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. ദെൻ പഞ്ചാബ്, ഹരിയാന, ഹിമാചൽ പ്രദേശ്, ജമ്മു ആൻഡ് കശ്മീർ ആൻഡ് ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ഇതൊക്കെയാണ് മേജർ വീറ്റ് ഗ്രോയിങ് റീജിയൻസ്. ഓഫ് കോഴ്സ് റാബി ക്രോപ്സ് ഒക്കെ കൾട്ടിവേറ്റ് ചെയ്യുന്ന റീജിയൻസ്. അപ്പൊ ആ സ്റ്റേറ്റും കൂടി നിങ്ങളുടെ മൈൻഡിലേക്ക് ഒന്ന് ഇൻജെക്ട് ചെയ്യുക. അതും എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് MCQലും ചോദിക്കും, അതേപോലെ തന്നെ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസിലും ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യനും കൂടിയാണ് ഇന്ത്യയുടെ ക്രോപ്പിംഗ് സീസൺ എന്ന് പറയുന്നത്. റാബി കഴിഞ്ഞാൽ പിന്നെ അറിയാലോ ഖാരിഫ്, സൈദ്. ഖാരിഫ് നേടാ റൈസ് മറക്കരുത്, റൈസ് മൈൻഡിലേക്ക് അപ്പൊ തന്നെ വരണം. അതിന്റെ സോയിങ് പീരീഡ് ഒക്കെ നോക്കാം. ഓൺസെറ്റ് ഓഫ് മൺസൂണിന്റെ ബിഗിനിങ്ങിലാണ്. ഹാർവെസ്റ്റിംഗ് എപ്പോഴാ? സെപ്റ്റംബർ ഒക്ടോബറിലാണ്. ഇമ്പോർട്ടന്റ് ക്രോപ്സ് ഏതൊക്കെയാ? പാഡി, മെയ്സ്, ജോവർ, ബാജ്ര, ടൂർ, മൂങ്, ഉറാദ്, കോട്ടൺ, ജൂട്ട്, ഗ്രൗണ്ട്നട്ട്, സോയാബീൻ. 1 by 1 ആയിട്ട് പഠിക്കുക. എന്തായാലും ഒരു 5 ക്രോപ്സ് മസ്റ്റ് ആയിട്ടും എല്ലാ കുഞ്ഞുമക്കളും പഠിക്കണം. അത് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്, ഒരിക്കലും മിസ് ചെയ്യരുത്. ദെൻ
ലാസ്റ്റ് വൺ സൈഡ് സീസൺ ബിറ്റ്വീൻ റാബി ആൻഡ് ഖരീഫ്. ഖാരിഫിന്റെ റാബിന്റെ ഇടയിലാണ് സൈഡ് കൾട്ടിവേഷൻ നടത്തുന്നത്. അതായത് അറൌണ്ട് ഒരു സമ്മർ ആണ്, അത്യാവശ്യം ചൂടൊക്കെ വേണം. ഓക്കെ, ആൻഡ് ആ സമയത്തുള്ള ക്രോപ്സ് എന്തൊക്കെയാണ്? വാട്ടർമെലൺ മറക്കരുത്. ജനറലി നമ്മൾ സൈഡ് ക്രോപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് വരും. ബട്ട് നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് പഠിക്കണമെങ്കിൽ വാട്ടർമെലൺ, കുക്കുംബർ, മസ്ക് മെലൺ, സൺഫ്ലവർ, ദെൻ പംകിൻ ആൻഡ് ബിറ്റർ ഗോർഡ്. ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. അങ്ങനെ മൈൻഡിലേക്ക് ഒന്ന് ഓർത്തിരിക്കുക. ഒരു 4-5 നെയിംസ് എന്തായാലും പഠിച്ചിരിക്കുക സൈഡ് ക്രോപ്സിന്റെ. സോ 3 മേജർ ക്രോപ്പിംഗ് സീസൺസ് ഓഫ് ഇന്ത്യ. ഇതൊക്കെ ഒരുപാട് തവണ നമ്മളുടെ എക്സാമിന്, CBSE ബോർഡ് എക്സാമിന് റിപ്പീറ്റഡ് ആയിട്ട് ഇപ്പൊ സാർ പിക്ക് ചെയ്തിരിക്കുന്ന 5 മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. ആ ഏരിയയിൽ നിന്ന് വീണ്ടും ക്വസ്റ്റ്യൻസ് വരാനുള്ള പോസിബിലിറ്റി വളരെ 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 കൂടുതലാണ്. അതുകൊണ്ട് അഗ്രികൾച്ചറിൽ ഈ ടോപ്പിക്സ് സാർ ഇപ്പൊ ഡിസ്കസ് ചെയ്ത ഈ ടോപ്പിക്സ് ഒന്നും കുഞ്ഞുമക്കൾ ആരും സ്കിപ്പ് ചെയ്യരുത്. ദാറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. ഇത്തവണത്തെ എക്സാം ഫുൾ കോൺഫിഡൻസോടുകൂടി അടിപൊളിയായിട്ട് നമ്മൾ പഠിച്ചെഴുതും. മെന്റർ ബി നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. ഇവിടുത്തെ എല്ലാ ടീച്ചേഴ്സും നിങ്ങളോടൊപ്പം ഉണ്ട്. സോ എല്ലാ കുഞ്ഞുമക്കൾക്കും താങ്ക് യു സോ മച്ച്. അടുത്ത വീഡിയോയിൽ വീണ്ടും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. സോ എല്ലാ കുഞ്ഞുമക്കൾക്കും ടാറ്റാ, ബൈ ബൈ. അസാധാരണ പരീക്ഷയ്ക്കെന്തിന് സാധാരണ ട്യൂഷൻ? CBSE ബോർഡ് എക്സാമിന് ഒരുങ്ങാം മെന്റർ ബിയോടൊപ്പം. എക്സാം കില്ലർ 2.0 ക്രാഷ് കോഴ്സ് ഫോർ CBSE ക്ലാസ് 10 and 12. പങ്കെടുത്ത 80% കുട്ടികളെയും CBSE ബോർഡ് എക്സാമിന് 90% മുകളിൽ മാർക്ക് നേടി വിജയിക്കാൻ സഹായിച്ച മെന്റർ ബിയുടെ ഏറ്റവും സ്പെഷ്യൽ എക്സാം കില്ലർ ബാച്ച്. ഫോർ അഡ്മിഷൻസ് കോൺടാക്ട് മെന്റർ ബി 9207 449933.